നമുക്ക് ധർമ്മബോധത്തോടു കൂടിയുള്ള ജീവിതം നയിക്കുവാൻ തക്ക വിധത്തിലുള്ള അറിവ് സ്വീകരിക്കണമെങ്കിലേ ജന്മങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ഈ ചെറിയ വിത്തിൽ നിന്ന് വലിയ ആൽമരം ഉണ്ടാകുന്നത് പോലെ ഒരു ആരാധനയിൽ കൂടി ഈശ്വരൻ പകർന്നു തരുന്ന ചെറിയ ചെറിയ അറിവുകൾ നിൻ്റെ ഉള്ളിൽ വളർന്ന് പന്തലിച്ച് പരലോകമായി തീരുവാൻ പ്രാപ്തിയുള്ളതാണ്. ആ പരലോകത്തിലാണ് നീ ചേരേണ്ടത്. നിത്യാനന്ദ സ്വർഗസുഖത്തിൽ നിത്യവും ജീവിക്കുവാൻ സ്വർഗപിതാവാം സർവേശ്വരൻ മർത്യനായിട്ടുദയമായി. അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതാകാം, ഞാൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാകാം, അതുമല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ളതാകാം. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള അക്ഷരങ്ങളാണെന്ന് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വികാസം പ്രാപിക്കുന്നുവോ, എത്രത്തോളം വിശുദ്ധിയെ പ്രാപിക്കുന്നുവോ അതിനനുസരിച്ച് ഈ അറിവുകൾ നിങ്ങളുടെ ഉള്ളിൽ അനിർവചനീയമായ പരമാനന്ദാവസ്ഥയെ ദാനം ചെയ്യും. അതാണ് ഗുരുവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത. ആത്മജ്ഞാനത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളവരാണ് വീണ്ടും വീണ്ടും ഈ ആർത്തിയോട് ആരാധനയ്ക്ക് വന്നു ചേരുന്നത്. കാരണം ഒരു ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷേ വരുന്നത് പോലെ അല്ല പോകുന്നതെന്ന് മാത്രം അറിയാം. വരുമ്പോൾ പലവിധ ഭാരങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ച കാലത്തെ ഭാരങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സുഖം, ഒരു ആശ്വാസം അത് അനുഭവിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആത്മാവ് അത് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും വരണമെന്നുള്ള ആർത്തി ഉണ്ടാകുന്നത്.